ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പറോ പൈത്തൺ ഡെവലപ്പറോ ആണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു ഫ്രെയിം വർക്കാണ് ലാംഗ്ജെയിൻ. ലാംഗ്ജെയിൻ എന്ന് പറയുന്ന ഫ്രെയിം വർക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ജാവാസ്ക്രിപ്റ്റിലും ബിൽഡ് ചെയ്യാൻ പറ്റും, പൈത്തണിലും ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഗൊലാങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത്ര ഒരു വലിയ സപ്പോർട്ടല്ല ഉള്ളത്. ജാവാസ്ക്രിപ്റ്റിലും പൈത്തണിലും നന്നായിട്ട് തന്നെ നമുക്ക് ലാംഗ്ജെയിൻ യൂസ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള LLMന്റെ മേളിലായിരിക്കും ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ കസ്റ്റം മോഡൽസും നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കുറച്ചു കമ്പോണൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെമ്മറി, പിന്നെ പ്രോംപ്റ്റ് ടെംപ്ലേറ്റ്, ചെയിനിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് നമുക്ക് വഴിയെ നോക്കാം. അത് തന്നെയാണ് ലാംഗ്ജെയിനിലെ കുറച്ചുകൂടി എക്സ്പോഷർ കൊടുക്കുന്ന കാര്യങ്ങൾ. ലാംഗ്ജെയിൻ ഡെവലപ്മെന്റ് ഭയങ്കര ഈസിയാക്കും. അപ്പം നമുക്ക് ട്യൂട്ടോറിയലിൽ നമ്മൾ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് നോക്കാം. നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നത് നോക്കാം. വാട്ട് ഈസ് ലാംഗ്ജെയിൻ, പിന്നെ ഹൗ ലാംഗ്ജെയിൻ മേക്സ് ഡെവലപ്മെന്റ് ഈസിയർ. പിന്നെ അടുത്ത് ഇൻട്രൊഡക്ഷൻ ടു കീ കമ്പോണന്റ് ആണ്. ഈ കമ്പോണൻറ്റ്സ് ഓഫ് ലാംഗ്ജെയിൻ നമ്മൾ പറഞ്ഞ മെമ്മറി, പിന്നെ പ്രോംപ്റ്റ് ടെംപ്ലേറ്റ്, ചെയിനിങ്, മോഡൽസ്, ഇങ്ങനെ കുറച്ച് കമ്പോണൻസ് ഉണ്ട്. ഇതിൻ്റെ മേളിലാണ് ലാംഗ്ജെയിൻ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ലാംഗ്ജെയിൻ വെച്ച് എന്തൊക്കെ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാമെന്ന് പറയും. അത് കഴിഞ്ഞ് ചെറിയൊരു എക്സാമ്പിൾ, ഒരു പ്രൊജക്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഞാനിതൊരു സീരീസ് ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ തിയറി പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ലാംഗ്ജെയിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ, എങ്ങനെയാണ് ലാംഗ്ജെയിൻ വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ പറയുന്ന ഓരോ എക്സാമ്പിൾസ് നമ്മൾ ബിൽഡ് ചെയ്യും. അത് ജാവാസ്ക്രിപ്റ്റിലും പൈത്തണിലും ചെയ്യും. മോഡൽസ്, മെമ്മറി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് നമ്മൾ ട്രാക്ക് ചാറ്റ് ബോട്ട് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനലി ഒരു ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഉണ്ടാക്കും. അതൊരു വെബ്സൈറ്റ് ആയിരിക്കും. റിയാക്റ്റും നോഡ്.js ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. നോഡിൻ്റെ തന്നെ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ലാംഗ്ജെയിൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഇപ്പം എന്താ പറയുക, ഒരു 3 മാസമാണ് സ്റ്റഡി ടൈം ഉള്ളത്. അതിനുള്ളിൽ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പം എന്നെ പ്ലാൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് മോഡൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കി തരും. ഇപ്പം മന്ത്ലി ടാസ്ക് കാണും, വീക്ക്ലി ടാസ്ക് കാണും, പിന്നെ ഡെയിലി ടാസ്ക് കാണും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ലാംഗ്ജെയിൻ്റെ ചെയിനിങ് കേപ്പബിലിറ്റീസും പ്രോംപ്റ്റ് ടെംപ്ലേറ്റും ഒക്കെ മെമ്മറി ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കും. അപ്പം നമുക്ക് കോഴ്സിലോട്ട് കിടക്കാം. ആദ്യം പറയാൻ പോകുന്നത് എന്താണ് ലാംഗ്ജെയിൻ. ലാംഗ്ജെയിൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പല വെബ്സൈറ്റുകൾ, ഇപ്പോൾ AWSൻ്റെ വെബ്സൈറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ചാറ്റ് ബോട്ടുകൾ. അപ്പോൾ നമ്മൾ ആ വെബ്സൈറ്റിനെ കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചാറ്റ് ബോട്ടുകൾ ആൻസർ ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ അസിസ്റ്റൻസിനെ കണ്ടിട്ടായിരിക്കും, ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനുള്ള അസിസ്റ്റൻസ്, ബസ്സിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള അസിസ്റ്റൻസ്, അങ്ങനെയുള്ള കുറേ അസിസ്റ്റൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ടെക്നോളജീസിൻ്റെ പുറകിലെല്ലാം ഓൾമോസ്റ്റ് ലാംഗ്ജെയിൻ തന്നെയായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇപ്പം സപ്പോസ് നിങ്ങളുടെ ഒരു ബിസിനസ് ഉണ്ട്. നിങ്ങളുടെ ബിസിനസ് വെബ്സൈറ്റിലോട്ട് വരുന്ന സമയത്ത് ഒരു ചാറ്റ് ബോട്ടിനെ കൊടുക്കണം. ആ ചാറ്റ് ബോട്ടിനോട് നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും ആൻസർ പറയണം. ഇപ്പം നോർമൽ ഒരു ചാറ്റ് ജിപിറ്റിനെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പറ്റില്ല. കാരണം ചാറ്റ് ജിപിറ്റിനെ ട്രെയിൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് ചാറ്റ് ജിപിറ്റിക്ക് അറിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ചാറ്റ് ജിപിറ്റിയുടെ ഒരു മോഡലിനെ എടുക്കും. എന്നിട്ട് നമ്മളൊരു PDF-ൽ നമ്മുടെ ബിസിനസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം എഴുതിയിടും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു നോളജ് ബേസ് ഉണ്ടാക്കും. അപ്പം ചാറ്റ് ജിപിറ്റിയോട് നമ്മൾ ചോദിക്കുന്ന സമയത്ത് ചാറ്റ് ജിപിറ്റി ഈ PDF പോയി റീഡ് ചെയ്തിട്ട് അതിന് ആൻസർ പറയും. ഓക്കെ. അതാണ് റാഗ് എന്ന് പറയുന്നത്. അപ്പം ഈ റാഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലാംഗ്ജെയിൻ ആണ്. ലാംഗ്ജെയിൻ, ലാമാൻഡെക്സ്, വേറെ കുറേ ടെക്നോളജീസ് ഉണ്ട്. പക്ഷേ എന്നാലും ലാംഗ്ജെയിൻ്റെ ഒരു യൂസ് കേസിനകത്ത് ഈ റാഗ് എന്ന് വരും. ഇത് ചാറ്റ് ബോട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. പിന്നെ ലാംഗ്ജെയിൻ ഒരു ഫ്രെയിം വർക്കാണ് ദാറ്റ് ഹെൽപ്സ് ഡെവലപ്പേഴ്സ് കണക്ട് ലാർജ് ലാംഗ്വേജ് മോഡൽസ് ലൈക്ക് GPT ഓർ ജെമിനി വിത്ത് ഡേറ്റ ടൂൾസ് ആൻഡ് വർക്ക് ഫ്ലോസ്. ഇപ്പോൾ ഇതിൻ്റെ ടൂൾസ് എന്നൊക്കെ പറയുന്നൊരു കമ്പണൻറ്റ് വരുന്നുണ്ട്. നമ്മൾ ഏജൻസിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് നമുക്ക് പോകുന്ന വഴിക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റും. അപ്പം ലാംഗ്ജെയിൻ ഒരു ഓപ്പൺ സോഴ്സ് ഫ്രെയിം വർക്കാണ്. നമ്മുടെ ജാവാസ്ക്രിപ്റ്റും പൈത്തണും വെച്ചിട്ടാണ് ലാംഗ്ജെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ലാംഗ്ജെയിൻ നമ്മളെ ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പല LLMനെയും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ജാവാസ്ക്രിപ്റ്റിലും പൈത്തണിലും നമുക്ക് ലാംഗ്ജെയിൻ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഗൊലാങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത്ര വലിയൊരു സപ്പോർട്ട് ബേസ് ഇല്ല. ഈ ജാവാസ്ക്രിപ്റ്റിനും പൈത്തണുമാണ് കൂടുതൽ ആൾക്കാരുള്ളത്. ഓക്കെ, നമുക്കിനി അടുത്ത സ്ലൈഡിലോട്ട് പോകാം. ഹൗ ലാംഗ്ജെയിൻ മേക്സ് ഡെവലപ്മെന്റ് ഫാസ്റ്റർ. ഇപ്പം നമുക്കിപ്പം ഇപ്പോൾ ആദ്യത്തെ പോയിന്റ്, വിത്തൗട്ട് ലാംഗ്ജെയിൻ യു ഹാവ് ടു മാനുവലി മാനേജ് പ്രോംപ്റ്റ്സ്, API കോൾസ്, മെമ്മറി ആൻഡ് റിട്രൈവൽ. ഓക്കെ. ഇപ്പം ലാംഗ്ജെയിൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം മാനുവലി ചെയ്യേണ്ടി വരും. API കോൾ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു പേജ് ഓഫ് കോഡ് വേണം. അല്ലെന്നുണ്ടെങ്കിൽ മെമ്മറി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് പുതിയ ഡാറ്റ സ്ട്രക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓരോ പ്രാവശ്യവും പഴയ മെസ്സേജിൻ്റെ സമ്മറിയോ അല്ലെന്നുണ്ടെങ്കിൽ പഴയ മെസ്സേജുകളോ നമ്മൾ അപ്പൻഡ് ചെയ്ത് പോകുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ മെമ്മറി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലാംഗ്ജെയിൻ അത് കുറച്ചുകൂടി ഈസി ആക്കി തരും. നമുക്ക് ബഫർ മെമ്മറി എന്നൊക്കെ പറയുന്ന കുറച്ച് കമ്പോണൻസ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കുറച്ചുകൂടി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള വേ ചെയ്യാൻ പറ്റും. പിന്നെ
ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് LangChain is like the restaurant system for AI. It connects large language models like GPT to data tools, data tools and workflows. So instead of building everything from scratch, you get ready-made components to cook up your own AI applications. Okay. നമുക്കിപ്പോൾ കുറേ ഇപ്പം ഓപ്പൺ എ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2 3 ലൈൻ ഓഫ് കോഡിൽ നമുക്ക് ഈ API കോൾസും മോഡലുമായിട്ട് ഇൻട്രാക്ഷനും ഒക്കെ നടക്കും. അല്ല നമ്മൾ നോർമൽ ഇത് ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ലൈൻ ഓഫ് കോഡ്സ് കാണും. അത് തന്നെയാണ് എല്ലാ ഫ്രെയിം വർക്കുകളും ചെയ്യുന്നത്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ടാസ്കിനെ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കോഡ് കൂടുതൽ വേണ്ട കാര്യത്തെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ തരുന്നു. പിന്നെ ലാംഗ്വേജിൻ്റെ അകത്ത് പ്രോംപ്റ്റ് ടെംപ്ലേറ്റ്സ് ഉണ്ട്, സ്റ്റാൻഡർഡൈസ് പ്രോംപ്റ്റ്സ് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ കാണാം. പിന്നെ LLM ഉണ്ട്. വി ക്യാൻ യൂസ് പ്രീ ഡിഫൈൻഡ് LLM ഇൻ യുവർ കോഡ് ബൈ ജസ്റ്റ് ഇമ്പോർട്ടിങ് ഇറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞാൽ ഓപ്പൺ എ അല്ലെന്നുണ്ടെങ്കിൽ ജെമിനി, ക്ലോഡ് ഇങ്ങനെയുള്ള ഇതിനെയൊക്കെ നമുക്ക് ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു മെസ്സേജ് പാസ് ചെയ്താൽ തന്നെ നമുക്ക് റെസ്പോൺസ് കിട്ടും. നമ്മൾ ഈ API കോളൊന്നും ചെയ്യാനുള്ള കോഡ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മെമ്മറി, പിന്നെ ഏജൻസ് ദാറ്റ് ക്യാൻ യൂസ് എക്സ്റ്റേണൽ ടൂൾസ് ലൈക്ക് കാൽക്കുലേറ്റർ ഓർ എ വെബ് സെർച്ച് എഞ്ചിൻ. അത് നമ്മൾ AI ഏജൻസിനെ ഉണ്ടാക്കിയെടുക്കാനാണ്. അവർക്ക് റീസണിങ് കേപ്പബിലിറ്റീസ് ഉണ്ടായിരിക്കും. അത് നമുക്ക് അടുത്തായിട്ട് നോക്കാം. ഇപ്പം നമ്മൾ കമ്പോണൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. അതിൻ്റെ അകത്ത് ആദ്യത്തെ കമ്പോണൻ്റ് ആണ് മോഡൽസ്. അതിൻ്റെ അകത്ത് LLMs ഉണ്ട്, ചാറ്റ് മോഡൽസ് ഉണ്ട്, എംബഡിങ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് LLM എന്ന് പറയുന്നത് പ്രീ ബിൽറ്റ് ലാർജ് ലാംഗ്വേജ് മോഡൽസ് ആയിരിക്കും, ChatGPT ഒക്കെ പോലത്തെ മോഡൽസ്. പിന്നെ ചാറ്റ് മോഡൽസ് ഉണ്ട്, ഡിസൈൻ ഫോർ ബാക്ക് ആൻഡ് ഫോർത്ത് കോൺവെർസേഷൻസ്. പിന്നുള്ളത് എംബഡിങ്സ് ആണ്. നമ്മൾ ഈ റാഗിൻ്റെ കാര്യം ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടെക്സ്റ്റിനെ ന്യൂമറിക്കൽസ് ആയിട്ടാണ് അങ്ങനെയുള്ള സിനാരിയോസിൽ സേവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സിമിലാരിറ്റി സെർച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള എളുപ്പത്തിനും റിട്രൈവ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ടെക്സ്റ്റിനെ ഒക്കെ ന്യൂമറിക്കൽ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു എംബഡിങ് മോഡൽസ് ഉണ്ട്. ഓക്കെ. പിന്നെ ഇതുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാം. ഫോം ലാംഗ്വേജ് ഓപ്പൺ എ ഇമ്പോർട്ട് ഓപ്പൺ എ LLM ഈക്വൽ ടു ഓപ്പൺ എ ഓഫ് ടെമ്പറേച്ചർ 0. അപ്പം നമ്മൾ LLMനെ ഡിഫൈൻ ചെയ്തു. ഓപ്പൺ എ ആണ് അതിൻ്റെ എന്തേലും ക്രിയേറ്റീവ് ആയിരിക്കണം എന്നാണ് ഈ ടെമ്പറേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ 0 ആയിട്ട് സെറ്റ് ചെയ്തു. പിന്നെ പ്രിന്റ് LLM ഇൻവോക്ക് ടെൽ മി എ ഫൺ ഫാക്ട് അബൌട്ട് സ്പേസ്. ഇത്ര മതി നമുക്കൊരു LLMനെ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലാംഗ്വേജ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇത് നമ്മൾ അല്ലാതെ കോഡ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ പേജ് ഓഫ് കോഡ് കാണും. ഇത് നമ്മൾ പ്രോംപ്റ്റ് പാസ് ചെയ്യുന്നത്, API കണക്ട് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ അടുത്തത് നമുക്ക് പ്രോംപ്റ്റ്സ് നോക്കാം. പ്രോംപ്റ്റ്സ് ആർ ഇൻസ്ട്രക്ഷൻ ടു ദ മോഡൽ. അപ്പം നമ്മൾ ഈ മോഡൽസിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ നോർമൽ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത്, ChatGPTക്ക് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുന്ന സമയത്ത് ആ മെസ്സേജിനാണ് നമ്മൾ പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ലാംഗ്വേജിന് പ്രോംപ്റ്റ് ടെംപ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റീയൂസബിൾ ഇൻസ്ട്രക്ഷൻ വിത്ത് പ്ലേസ് ഹോൾഡേഴ്സ്. ഈ പ്ലേസ് ഹോൾഡേഴ്സിനെ നമുക്ക് ഡൈനാമിക്കലി അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഔട്ട്പുട്ട് പാഴ്സേഴ്സ് കൺവേർട്ട് റോ LLM ടെക്സ്റ്റ് ഇൻ സ്ട്രക്ചേർഡ് ഫോർമാറ്റ്സ്, എക്സാമ്പിൾ JSON. നമുക്ക് ഈ ഔട്ട്പുട്ട് പാഴ്സറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം മോഡലിൽ നിന്ന് ഔട്ട്പുട്ട് വരുന്ന സമയത്ത് വേറെ കുറേ ഒബ്ജക്റ്റും വേറെ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കാണും. നമുക്ക് അതിനകത്ത് കണ്ടന്റ് ഒക്കെ മാത്രം മതിയെങ്കിൽ നമുക്ക് ഈ ഔട്ട്പുട്ട് പാഴ്സേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കണ്ടന്റ് മാത്രം എടുക്കാൻ വേണ്ടിയുള്ള ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഇത് വേറൊരു എക്സാമ്പിളാണ്. ഫ്രം LangChain prompts import prompt template. ടെംപ്ലേറ്റ് ഈസ് ഈക്വൽ ടു പ്രോംപ്റ്റ് ടെംപ്ലേറ്റ് ഡോട്ട് ഫ്രം ടെംപ്ലേറ്റ്സ് ട്രാൻസ്ലേറ്റ്. ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഡൈനാമിക് ആയിരിക്കും. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് വാല്യൂസ് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും. ഇത് ഫ്രഞ്ച് പ്രിന്റ് ടെംപ്ലേറ്റ് ഡോട്ട് ഫോർമാറ്റ് ടെക്സ്റ്റ് ഗുഡ് മോർണിംഗ്. ഇതിൻ്റെയൊക്കെ ഒരു യൂസ് കേസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരു മെയിൽ അയക്കണം. ആ മെയിൽ അയക്കുന്ന സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് GPTക്ക് ഒരു ഇൻപുട്ട് കൊടുക്കണം. അപ്പം എന്തെങ്കിലും ഒരു സിനാരിയോയിൽ ഇത് ഡൈനാമിക് ആയിട്ടുള്ള ഡേറ്റ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോംപ്റ്റിനെ അവിടെ കീപ്പ് ചെയ്തിട്ട് ഈ ഡൈനാമിക് ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന പാർട്ടിലോട്ട് നമുക്ക് നമ്മൾ ഡൈനാമിക് വാല്യൂ ഇഞ്ചെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊരു കംപ്ലീറ്റ് പ്രോംപ്റ്റ് ആയിട്ട് നമുക്ക് എന്നിട്ട് മോഡലിന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ ഇമെയിൽ നമുക്ക് ടെംപ്ലേറ്റ് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഡൈനാമിക് ആയിട്ട് വരുന്ന വാല്യൂസ് മാത്രം നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാം. അതാണ് ഈ പ്രോംപ്റ്റ് ടെംപ്ലേറ്റിൻ്റെ ഗുണം. അടുത്ത ചെയിൻസ്. അപ്പം ചെയിൻസ് നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഒന്നോ അതിലധികമോ LLMസിനെ ചെയിൻ ചെയ്ത് ഒരു പർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രം LangChain ഓപ്പൺ ആയി ChatGPTനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രം LangChain പ്രോംപ്റ്റ് ടെംപ്ലേറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ STR ഔട്ട്പുട്ട് പാഴ്സർ. ഇത് നമ്മൾ പറഞ്ഞില്ലേ കണ്ടന്റിന് LLMന്ന് വരുന്ന റെസ്പോൺസിന് കണ്ടന്റിനെ മാത്രം എടുക്കാൻ വേണ്ടി ഔട്ട്പുട്ട് പാഴ്സർ യൂസ് ചെയ്യുന്നത്. പിന്നെ ചെയിനിനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് റണ്ണബിൾ സീക്വൻസ് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ പ്രോംപ്റ്റ് ടെംപ്ലേറ്റ് ഉണ്ടാക്കുന്നതാണ്. സമ്മറൈസർ പ്രോംപ്റ്റ് ടെംപ്ലേറ്റിൻ്റെ അകത്തുനിന്ന് ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ടെംപ്ലേറ്റ് പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഇതിനെ ചേഞ്ച് ചെയ്ത് വെക്കുവാണ്. സമ്മറൈസർ
ഇവിടെ നമ്മൾ ചെയിൻസ് ബിൽഡ് ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു ചെയിൻ ബിൽഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്തത് ട്രാൻസ്ലേറ്റർ പ്രോംപ്റ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെയിൻ ബിൽഡ് ചെയ്തു. എന്നിട്ട് നമ്മളിതിനെ റണ്ണബിൾ സീക്വൻസിലോട്ട് പാസ് ചെയ്തു. ഇത് നമ്മൾ ഈ ചെയിൻസിനെ രണ്ടിനെയും ഒന്നിച്ചാക്കി. എന്നിട്ട് ഇതിനെ റണ്ണബിൾ സീക്വൻസിലോട്ട് പാസ് ചെയ്ത് അപ്പം ഫസ്റ്റ് സമ്മറൈസർ, പിന്നെ മിഡിലിൽ ഒന്നുമില്ല, പിന്നെ ലാസ്റ്റ് ട്രാൻസ്ലേറ്റർ എന്നുള്ള രീതിയിൽ പാസ് ചെയ്ത് കൊടുക്കും. ഓക്കെ. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് ചെയിൻ റൺ ചെയ്യാനും കൊടുത്തിട്ടുണ്ട്. ചെയിൻ ഡോട്ട് ഇൻവോക്ക് ടെക്സ്റ്റ് പാസ് ചെയ്ത് കൊടുത്തു. അതിനെ സമ്മറൈസ് ചെയ്തിട്ട് ഇവിടോട്ട് ഈ സമ്മറിയും പാസ്സാവും. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് റിസൾട്ട് കിട്ടും. അടുത്തത് റിട്രൈവൽ ആണ്. റിട്രൈവൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ റിട്രൈവൽ ഓഗ്മെന്റഡ് ജനറേഷൻ, റാഗ് ചാറ്റ് ബോട്ടുകൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതിനകത്ത് ഡോക്യുമെന്റ് ലോഡേഴ്സ് ഉണ്ട്. നമ്മൾ മാനുവലി ഡോക്യുമെന്റ് ലോഡ് ചെയ്യുന്നതിന് പകരം ഇതിൻ്റെ അകത്ത് കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡോക്യുമെന്റ്സിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്യുമെന്റ്സിനെ ലോഡ് ചെയ്യാൻ കുറച്ചൊരു എളുപ്പമാണ്. പിന്നെ ടെക്സ്റ്റ് സ്പ്ലിറ്റേഴ്സ്, നമ്മൾ ഒരിക്കലും ഒരു പി ഡി എഫിനെ ഫുൾ ആയിട്ടല്ല വെക്ടറൈസ് ചെയ്യുന്നതും എംബഡ് ചെയ്ത് സേവ് ചെയ്യുന്നതും ഒക്കെ. നമ്മളതിനെ ചങ്ക്സ് ആയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് സ്പ്ലിറ്റേഴ്സ് ഉണ്ട്. പിന്നെ വെക്ടർ സ്റ്റോർ ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ എംബഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂമറിക്കൽ വാല്യൂസ് ആയിട്ടാണ് ടെക്സ്റ്റുകളെ സേവ് ചെയ്യുന്നത്. അത് സിമാൻറ്റിക് സെർച്ചിന് വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് വെക്ടർ സ്റ്റോർസ് ഉണ്ട്. പിന്നെ റിട്രൈവേഴ്സ് ഉണ്ട്. അത് ഫെച്ച് റെലവൻറ്റ് ഇൻഫോ ഫോർ എ ക്വറി. ഒരു ക്വറിക്ക് വേണ്ടിയിട്ട് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ റിട്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ ഉണ്ട്. ഫ്രം ലാങ്ചെയിൻ ഡോട്ട് വെക്ടർ സ്റ്റോർ ഇമ്പോർട്ട് ഫൈസ്. ഫൈസ് ഒരു എന്താ പറയുക, ഫൈസ് ഒരു വെക്ടർ സ്റ്റോറാണ്. പിന്നെ ഫൈസിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിമിലാരിറ്റി സെർച്ച് എഞ്ചിൻ എന്നും കൂടെ പറയാൻ പറ്റും. ഓക്കെ, അടുത്ത നമുക്ക് ഏജൻസിനെ കുറിച്ച് നോക്കാം. ഏജൻസ് എന്ന് പറയുന്നത്, ഏജൻസ് ആർ മാനേജേഴ്സ്. ദേ ലെറ്റ് LLM ഡിസൈഡ് വാട്ട് ടൂൾസ് യൂസ് ഇൻ എ റഫ് ആക്ഷൻ ഒബ്സർവേഷൻ ലൂപ്പ്, തോട്ട് ആക്ഷൻ ഒബ്സർവേഷൻ ലൂപ്പ്. ഓക്കെ, അപ്പം LLM ബേസിക്കലി ഇത്രേ ഉള്ളൂ. നമ്മൾ കുറച്ച് ടൂൾസ് അങ്ങനെയുള്ള ആക്ഷൻസ് ഒക്കെ നമ്മുടെ LLMന് എടുക്കാൻ പറ്റും. ഏത് സമയത്ത് മോഡലിൻ്റെ റീസണിങ് എബിലിറ്റീസ് യൂസ് ചെയ്തിട്ട് ഏത് സമയത്ത് ഏത് കാര്യം കോൾ ചെയ്യണം. ചിലപ്പം ഒരു ഗൂഗിൾ സെർച്ച് ചെയ്യേണ്ട കാര്യമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്താൽ മതിയായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു DB ക്വറി ചെയ്യണം യൂസറിന് ആൻസർ കൊടുക്കാൻ വേണ്ടി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോൾ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് മോഡലിൻ്റെ റീസണിങ് എബിലിറ്റീസ് വെച്ചിട്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആക്ഷൻസ് ഒരുമിച്ച് ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പം ഒരു ഏജൻറ്റിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് LLM തരും. ഇപ്പം ലാങ്ചെയിൻ തരും. ഇതിൻ്റെ അകത്ത് നമ്മൾ ഏജൻസ് ഇമ്പോർട്ട് ഇനിഷ്യലൈസ് ഏജൻറ്റ് ലോഡ് ടൂൾസ്, ടൂൾസ് ഡോട്ട് ലോഡ് ടൂൾ LLM മാത്ത്, പിന്നെ LLM ഈക്വൽ ടു LLM. ഓക്കെ, എന്നിട്ട് നമ്മൾ ഏജൻറ്റിനോട് പറഞ്ഞു വാട്ട് ഈസ് 25 ഇൻറ്റു 12 എന്ന് ചോദിച്ചേക്കുവാണ്. ഈ LLM മാത്ത് എന്ന് പറയുന്നൊരു കാൽക്കുലേറ്റർ ടൂളാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും LLMന് മനസ്സിലാവും ഞാൻ യൂസ് ചെയ്യേണ്ടത് ഈ കാൽക്കുലേറ്റർ ആണ്. അതിനെ യൂസ് ചെയ്തിട്ട് യൂസറിന് ആൻസർ LLM കൊടുക്കും. അടുത്ത നമ്മുടെ മെമ്മറിയാണ്. ഇപ്പം നോർമലി നമ്മൾ പറഞ്ഞു നമ്മുടെ LLMന് മെമ്മറി കീപ്പ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല, അതിന് കോണ്ടെക്സ്റ്റ് അറിയില്ല. അപ്പം നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം ഏതാണ് കോണ്ടെക്സ്റ്റ് എന്നുള്ള കാര്യം. അപ്പം മെമ്മറി ഇൻ ലാംഗ്വേജ് ഈസ് എ കമ്പോണന്റ് ദാറ്റ് ഗീവ്സ് ലാർജ് ലാംഗ്വേജ് മോഡൽ the ability to remember past interactions in a conversation. Since LLMs are inherently stateless, they have no built-in memory of previous prompts. The memory component solves this by storing conversation history and passing it back into the LLM's prompt with each new interactions. അപ്പം നമ്മൾ ഈ കോൺവെർസേഷൻ ബഫർ മെമ്മറി എന്നൊക്കെ പറയുന്ന ക്ലാസ് യൂസ് ചെയ്തിട്ട് LLMന് മെമ്മറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ചൊരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള വേ ആണ്. നോർമലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഡാറ്റ സ്ട്രക്ചേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ഈ മെമ്മറിയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. അതും ഈ ലാംഗ്വേജിനെ കുറച്ചുകൂടി സിമ്പിളാക്കി തരുവാണ്. നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് എല്ലാം ചെയ്ത് നോക്കാവുന്നതാണ്. എന്നെല്ലാം ചെയ്ത് കാണിക്കാം. പിന്നെ ടൂൾസ് ആർ എക്സ്ട്രാ കേപ്പബിലിറ്റീസ് ദ മോഡൽ ക്യാൻ യൂസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പം ടൂൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല, ഒരു ഫംഗ്ഷൻ അങ്ങനെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യുക. ഒരു ഫംഗ്ഷനാണ്. അപ്പം നമ്മുടെ LLM ഇതിനെ എപ്പോൾ കോൾ ചെയ്യണമെന്ന് LLM തീരുമാനിക്കും. നമ്മൾ ഈ ടൂൾസിന് കുറച്ച് ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കും. അതിനെയൊക്കെ അനലൈസ് ചെയ്തിട്ട് LLM തീരുമാനിക്കും ഇതിനെ ഞാൻ എപ്പോഴാണ് വിളിക്കേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ ഒന്നോ അതിലധികമോ ടൂൾസിനെയൊക്കെ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ LLMൻ്റെ റീസണിങ്ങും പിന്നെ ഈ ടൂൾസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് LLM അതിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ടൂൾസ് ജസ്റ്റ് നിങ്ങളൊരു ഫംഗ്ഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പം ലാസ്റ്റ് ഒരു കൺക്ലൂഷനാണ്, നമുക്ക് ലാംഗ്ചെയിൻ വെച്ചിട്ട് എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പം വിത്ത് ഓൾ ദീസ് കമ്പോണൻസ് വർക്കിംഗ് ടുഗദർ യു ക്യാൻ ബിൽഡ് എ ചാറ്റ് ബോട്ട് ദാറ്റ് അണ്ടർസ്റ്റാൻഡ് യുവർ PDF. നമ്മൾ പറഞ്ഞ പോലെ റാഗ് ചാറ്റ് ബോട്ട്സ് PDF മനസ്സിലാക്കുന്നത്, പിന്നെ AI അസിസ്റ്റൻറ്റ് ദാറ്റ് ബുക്സ് ഫ്രൈറ്റ് ഫോർ യു.
ലാംഗ്ചെയിൻ കൂടാതെ തന്നെ ലാംഗ്രാഫ്, ലാംഗ്ഫ്ലോ എന്നൊക്കെ പറയുന്ന കുറച്ചുകൂടെ കൺസെപ്റ്റ്സ് ഉണ്ട്. അതും ഇതുപോലെ തന്നെ എഐ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാനാണ്. ലാംഗ്ഫ്ലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഒരു ലൈൻ ഓഫ് കോഡ് പോലും എഴുതാതെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് ഇതുപോലത്തെ എഐ ആപ്ലിക്കേഷൻസിനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ റാഗ് റാഗും പറ്റും. ലാംഗ്രാഫ് ഉണ്ട്. അപ്പം ലാംഗ്രാഫിൽ നമുക്ക് ഈ ചാറ്റ് ബോട്ട്സിനെയൊക്കെ ബിൽഡ് ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. പിന്നെ കസ്റ്റമർ സപ്പോർട്ട് ബോട്ട് ദാറ്റ് റിമെമ്പേഴ്സ് പ്രീവിയസ് കോൺവെർസേഷൻ. ഓക്കെ, അത് നമ്മൾ മെമ്മറി കമ്പണൻ്റൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളൊരു കസ്റ്റമർ സപ്പോർട്ട് ബോട്ടാണ്. പിന്നെ എഐ ഏജൻറ്റിനെ ഉണ്ടാക്കിയെടുക്കാം. നമ്മളിപ്പോൾ ടൂൾസിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു, റീസണിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം നമുക്ക് ഇതെല്ലാം കമ്പൈൻ ചെയ്ത് നല്ലൊരു എഐ ഏജൻറ്റിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റിയൽ ടൈം ഇൻഫർമേഷൻസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാനോ എന്തെങ്കിലും കാര്യങ്ങൾ അനലൈസ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം എഐ ഏജൻസിനെ ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ലാംഗ്വേജ് വെച്ചിട്ട് ഇപ്പം ഇപ്പം നമ്മൾ നോർമൽ പ്രോംപ്റ്റ് എൻ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡാറ്റാബേസിൽ നിന്നൊക്കെ ഡേറ്റ റിട്രൈവ് ചെയ്തെടുക്കാനുള്ള ക്വറി കൺവേർട്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പം SQL ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോ മി ഓൾ ദ യൂസേഴ്സ് എന്നൊക്കെ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ SQL ടേബിളിൽ പോയി ഡേറ്റ ഫെച്ച് ചെയ്തെടുക്കുക. നമ്മൾ ഈ ഹ്യൂമൻ നാച്ചുറൽ ലാംഗ്വേജ് പ്രോംപ്റ്റിനെ SQL ക്വറീസ് ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കുറച്ച് ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. അങ്ങനെ കുറേ ഒരുപാട് ഭയങ്കര വലിയൊരു എൻവയോൺമെൻ്റ് ആണ് ഇത്. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതൊരു ബേസാണ്, നമുക്ക് ചെയ്ത് നോക്കാം വഴിയെ. പിന്നെ ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഹേസ്റ്റാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, ലാംഗ്ചെയിൻ, ലാമ ഇൻഡെക്സ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ റാഗ് ചാറ്റ് ബോട്ടുകൾ ബിൽഡ് ചെയ്യാനും എഐ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാനും ഒക്കെ. അപ്പം ഞാനും ഇതെല്ലാം ഉപയോഗിച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നിയത് ലാംഗ്ചെയിനിനോടാണ്. പിന്നെ എനിക്ക് ജാവാസ്ക്രിപ്റ്റിനോടും ഒരു കൂടുതൽ താല്പര്യമുണ്ട്. അപ്പം ജാവാസ്ക്രിപ്റ്റിലും പൈത്തണിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ബേസിക്കലി ഒരു ഡെവലപ്പറാണ്. എന്നാലും ഞാൻ എൻ്റെ കരിയർ തുടങ്ങിയത് മേൺസ്റ്റാക്കിൽ നിന്നാണ്. അപ്പം എനിക്ക് ജാവാസ്ക്രിപ്റ്റിൽ എഐ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ, റിയാക്റ്റിൽ ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻസ് എനിക്ക് അതുപോലെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് കൊണ്ട് എനിക്ക് ഇതിനോട് കുറച്ചുകൂടെ താല്പര്യമുണ്ട്. അപ്പം എനിക്ക് ജാവാസ്ക്രിപ്റ്റിലും പൈത്തണിലും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് ലാംഗ്ചെയിൻ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ താല്പര്യം ലാംഗ്ചെയിനോടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇതിൻ്റെ ബാക്കി ട്യൂട്ടോറിയൽ ഓരോ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.